നീ പോയതേ പോയി, നിന്റെ വ്ളോഗെല്ലാം നിർത്തിയാ ചോദിക്കുന്നവരോട്. ഞാൻ നിർത്തിയിട്ട. എന്താ ഇന്നലെ ഇടാത്തതെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ ഇട്ടിനി, പിന്നെ ഇടാത്തത് കഴിഞ്ഞില്ല. എത്തിയപ്പാടന്നെ സൈഡായിപ്പോയി. ജലദോഷം കഫം എന്തെല്ലോ ആയി. ഇന്നും സൗണ്ടൊന്നും നേരെ ആയിട്ടാ, എന്നാലും ഞാനുണ്ടെന്ന് അറിയണമല്ലോ. രാവിലെ അമ്മ പറഞ്ഞു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അടുക്കളയിലെല്ലാം ഉണ്ട്, തിന്നാൽ മാത്രം മതി പോയിട്ടൊന്ന്. അപ്പോൾ കോഫി ആക്കണം. കോഫി പിന്നെ മുമ്പേ ആക്കി വെച്ചാൽ അങ്ങനെ കുടിക്കുന്നത്. പുട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. പുട്ടെനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. വീട്ടിൽ അജ്ജി അങ്ങനെ ആക്കുകയല്ല, വീടെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ അച്ഛൻ പറഞ്ഞു ഒരു കാരണവശാലും പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടാകുന്നു. അങ്ങനെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതും ചൂടാക്കി വലിയ ആളെ പോലെ ഈ പാത്രത്തിലെടുത്തിട്ട് ഞാൻ പാൽ തിളപ്പിക്കാൻ നിന്നിട്ട് ഒരു അരമണിക്കൂർ ഞാൻ അങ്ങനെ വെറുതെ സ്റ്റക്കായി നിന്നു. എനിക്ക് ശ്രദ്ധിക്കാറുന്നില്ല. ഞാൻ എല്ലാ രീതിയിലും നോക്കി, ഇത് കത്തുന്നില്ല. ഗൂഗിളിൽ നോക്കി, ഗൂഗിളിൽ എന്തെല്ലോ പറയുന്നത്. അമ്മക്ക് പിന്നെ ഫോൺ എടുക്കാൻ കഴിയില്ല എപ്പോഴും. പിന്നെ അമ്മ ഇങ്ങനെയല്ലോ പറഞ്ഞു തന്നു, അങ്ങനെ ആക്കി. സ്പൂണ് കാണുന്നില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേടെ വെച്ചതെന്നറിയില്ല. പഞ്ചസാരാന്നേ കട്ട ബ്ലോക്ക് ആയിട്ട് അത് കാണാൻ എനിക്ക് വിടുക, ഞാൻ ഇട്ടിട്ട. പിന്നെ എങ്ങനെയല്ല എൻ്റെ കഷ്ടപ്പാടിനൊടുവിൽ ഞാൻ ഒരു കോഫി ആക്കി. അത് പുതിയൊരു സ്ഥലത്തേക്ക് അഡാപ്റ്റ് ആകുമ്പോൾ ഇങ്ങനെയെല്ലാം ആയിരിക്കുമല്ലോ, അതിപ്പോൾ ഞാൻ പഠിച്ചില്ലേ. പിന്നെ പുട്ടും കറിയും തിന്നും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ട് വെറുതെ കിടന്നു, കാരണം വേറെ പണിയൊന്നുമില്ല. ഞാൻ കിടന്നിട്ട് കുറേ സിനിമ നോക്കി. മറ്റേ ഹാപ്പി വെഡ്ഡിങ് ഇല്ലേ, അത് നോക്കി. അതിൽ കുറേ കോമഡികളൊക്കെ ഇന്നാണ് മനസ്സിലായത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് അമ്മ വന്നു. അമ്മ വന്നിട്ട് കറി വെക്കുന്നത്, യൂണിഫോം പോലും മാറ്റാതെ ആ കറി വെക്കുന്നതെല്ലാം അത്ര ആത്മാർത്ഥതയാണ് അമ്മക്ക്. വേറെ ഒന്നല്ല, കറി വെച്ചിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാൻ വീണ്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇത് അപ്പുറത്തെ റൂമത്തെ പൂച്ച. ഈ പൂച്ച ഇതുവരെ ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി, എൻ്റെ വീട് പോലും നോക്കിയിട്ടാ. ഇന്ന് ഭയങ്കരത്തിൽ മേലിൽ കയറുന്നത് എന്തെല്ലാം ആക്കുന്നത്. പിന്നെ അമ്മേനെ കുറിച്ച് സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ പറഞ്ഞു മതി നിൻ്റെ പ്രാസനം വെച്ചിട്ട് പോകുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് കറിയെല്ലാം ആയിട്ട് ഞാൻ ചോറ് വെച്ചു. അമ്മ ചോറ് വേണ്ട, ഞാൻ ഉറങ്ങുന്നു. ഫസ്റ്റ് ഉറങ്ങിയിട്ട് എണിച്ചിട്ട് കുടിക്കുന്നു പറഞ്ഞു എൻ്റെ അമ്മ ഒരു ബ്രെഡ് തന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ഇത്രയും ഒരുങ്ങിക്കെട്ടി ഞങ്ങൾ പോകുന്ന എടുക്കുന്നറിയോ പറയാം. അപ്പം ഇതാണ് നമ്മളെ ഫുജേറ. ഞങ്ങൾ താമസിക്കുന്നത് ഫുജേറയിലാണ്, ദുബായിലെ ഒരു സ്ഥലം. നല്ല രസമുണ്ട് രാത്രി കാണാൻ വേണ്ടിയിട്ട്. പകൽ ഞാൻ ഇതുവരെ കണ്ടില്ല. പോയത് തലാൽ ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ വന്നതെന്ന്. അല്ല, ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ മേടിക്കാൻ വന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ. അപ്പോൾ അതിനാണ് ഇത്ര ഒരുക്കി കെട്ടിയിട്ട് വന്നത്. അവിടെ കുറേ മീനുണ്ടായി. ആ സാൽമണോ അത്, ഞാൻ കുറേ നോക്കി, എനിക്കത് മനസ്സിലായിട്ട് എന്ത് ചെയ്യുന്നു. പിന്നെ നമ്മൾ മേടിച്ചത് എന്ത് ചെയ്യും, ഏതോ ഒരു മീൻ. ഇത് നോക്കറോ, അതിൻ്റെ വായിൽ നമ്മൾ ഇത് മീൻ പിടിക്കാൻ വിടുന്നില്ല ആ സാധനം, അത് അങ്ങനെ ഉണ്ട്. ഫ്രഷ് എന്ന് അറിയിക്കാൻ വേണ്ടി വെച്ചതാണെന്ന് അറിയില്ല. പിന്നെ സാധനം മേടിച്ച് വീട്ടിലേക്ക് പോയി. ഇതാണ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്. രാത്രി ഫുഡ് കഴിച്ച് ഇന്നത്തേക്ക് അത്രയല്ലോ.